ഓം ശ്രീ ഗണേശ ശരദാ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. നമ്മളുടെ ഭഗവത്ഗീത വിചാരത്തിന്റെ 93-ാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഭക്തിയോഗത്തിലെ 11-ാമത്തെ ശ്ലോകം. ഭക്തിയോഗത്തിലെ ശ്ലോകം 13-20 വരെയുള്ള ശ്ലോകത്തിൽ ഭഗവാൻ തനിക്ക് ഇഷ്ടപ്പെട്ട ഭക്തൻ ആരാണ് എന്ന് വെളിപ്പെടുത്തുന്ന 8 ശ്ലോകങ്ങളാണുള്ളത്. ഇത് 11-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അതായത് നമ്മള് ലോക ജീവിതത്തില് നമുക്ക് പ്രാരബ്ധങ്ങളുണ്ട്, അതിന്റെ ആധിക്യം, ചുറ്റുപാടുകളുടെ സമ്മർദ്ദങ്ങളുണ്ട്. അതൊക്കെ കൊണ്ടിട്ട് നമ്മള് ഭഗവത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മളുടേതായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ, സത്സംഗങ്ങളായിട്ടും സ്വാധ്യായമായിട്ടും തീർത്ഥയാത്ര, ക്ഷേത്ര ദർശനം, ഇതെല്ലാം ഭഗവാൻ സ്വീകാര്യം തന്നെയാണെന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ഭഗവത് പരമായിട്ട് ഭഗവാനെ മുൻനിർത്തിക്കൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ്? നമുക്ക് ഭഗവാനിലുള്ള ഏകാഗ്രത വർദ്ധിക്കണം, അനന്യഭക്തി വർദ്ധിക്കണം. നമ്മളൊരു തീർത്ഥയാത്രയ്ക്ക് പോകുമ്പം അതൊരു പിക്നിക്കായി മാറാൻ പാടില്ല. അത് നമ്മളുടെ ഭൗതികമായ കാര്യങ്ങൾക്ക്, ഷോപ്പിങ്ങിനും അതിനും ഇതിനുമൊക്കെ ആക്കി മാറ്റുകയാണെങ്കിൽ നമ്മൾ ആ തീർത്ഥയാത്രയുടെ ഉദ്ദേശം വേസ്റ്റ് ആയി പോയി. ആ തീർത്ഥയാത്രയുടെ ഉദ്ദേശം ഒരേ ഒരു കാര്യം, ഏതിപ്പോൾ അയോധ്യയിലാണ് പോകണമെങ്കിൽ ആ ശ്രീരാമനെ കുറിച്ച് ചിന്തിക്കാനും ശ്രീരാമനിൽ ഏകാഗ്രതയും അനന്യഭക്തിയും വളർത്താനായിരിക്കണം നമ്മൾ അവിടെ പോണത്. അതുപോലെ വൃന്ദാവനത്തിൽ അതിൽ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടാവും. ഓരോ കാഴ്ചയിലും ഓരോ ഭാഗത്തും നമ്മൾ ഭഗവാന്റെ ലീലകളാടിയ സ്ഥലം, ഭഗവാൻ ഇരുന്ന സ്ഥലം, ആ ഒരു സ്മരണയോട് കൂടിയാണ് തീർത്ഥയാത്രയായിട്ട് നമ്മൾ തീർത്ഥയാത്ര ചെയ്യേണ്ടത്. അതാണ് ഭഗവാൻ പറയുന്നത്. എന്നെ ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? അപ്പൊ അർജുനൻ ചോദിക്കണം, അങ്ങനെ പറ്റിയില്ലെങ്കിലോ? അപ്പൊ എല്ലാവർക്കും തീർത്ഥയാത്രയ്ക്ക് പോകാനോ സത്സംഗം ചെയ്യാനോ സ്വാധ്യായം ചെയ്യാനോ ഒക്കെ പറ്റുമോ? ചിലർക്ക് പറ്റില്ല, എല്ലാവർക്കും പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും സ്വാമി എന്ന് ചോദിക്കാണ്. അപ്പൊ പറയാണ്, അതേതപശക്തോസി, എന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ കർത്തും മദ്യോഗമാശ്രിത സർവകർമ്മ ഫലത്യാഗം തദകുരു യഥാത്മവാൻ. എല്ലാം കഴിഞ്ഞ് ഭഗവാൻ അതിൽ വന്ന് നിൽക്കും. എപ്പോഴും കർമ്മഫലത്യാഗം, അതാണ് ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠമായ. എല്ലാത്തിലും ഭഗവാന് കർമ്മഫലത്യാഗത്തിൽ എത്തിക്കും. അതുകൊണ്ട് ഇവിടെയും പറയാണ്, ഇനി ഏതാവി കർത്തം നിനക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ, എനിക്ക് വേണ്ടി പ്രത്യേക കർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുന്നില്ല, നിനക്ക് കഴിവില്ല, നീ അശക്തനാണ് എന്ന് വരട്ടെ. അങ്ങനെയാണെങ്കിൽ മദ്യോഗം ആശ്രിത, എന്നെ തന്നെ ശരണം പ്രാപിച്ചോളൂ. എന്നെ തന്നെ ശരണം പ്രാപിച്ചുകൊണ്ട് യഥാത്മാവാൻ, എത്രത്തോളം മനസ്സിനെ നിയന്ത്രിച്ച് കഴിയുന്നത്രോളം മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് തഥാ സർവകർമ്മ ഫലത്യാഗം, അതിനുശേഷം എല്ലാ കർമ്മങ്ങളും ചെയ്തോളൂ. എന്നെ നമ്പിക്കൊണ്ട് എന്നെ ശരണം പ്രാപിച്ചിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്തോളൂ. പക്ഷെ ഫലം കാംക്ഷിക്കാൻ പാടില്ല, ഫലം ഉപേക്ഷിച്ചേക്കൂ. എല്ലാ കർമ്മങ്ങളുടെയും ഫലത്തെ ത്യജിക്കാനായിട്ട് പഠിക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. എനിക്ക് വേണ്ടി എല്ലാ പ്രത്യേക കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ കഴിവില്ലാത്തവനാണെങ്കിൽ എന്നെ ശരണം പ്രാപിച്ച് കഴിയുന്നത്ര മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ഫലത്തെ കാക്ഷിക്കാതെ എനിക്ക് വേണ്ടി ചെയ്തോളൂ എന്നാണ് പറയണത്. കർമ്മഫലത്യാഗം കുരു, അങ്ങനെ ചെയ്യൂ. അനന്യഭജനം സാധ്യമല്ല. അതാണ്, എനിക്ക് ഭഗവാനെ മാത്രം അങ്ങനെ ഭജിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. 100 കൂട്ടം കാര്യങ്ങൾ വേറെ ഉണ്ട്. നമ്മൾ പറയാറില്ലേ, 100 കൂട്ടം കാര്യങ്ങളുണ്ട്, അതിനിടയ്ക്കാണ് ഇനി ഇപ്പൊ ഭജനയും സത്സംഗവും ഒക്കെ. അതൊന്നും നടക്കൂല. ഭഗവാനോട് പറയുകയാണ്, മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഭഗവാൻ പറഞ്ഞു, അങ്ങനത്തെ അഭ്യാസത്തിനൊന്നും വയ്യേ, വേണ്ട, അങ്ങനെയാണെങ്കിൽ വേണ്ട. പക്ഷേ ഓരോ കർമ്മങ്ങൾ അനുഷ്ഠിക്കണമല്ലോ, എല്ലാ കർമ്മങ്ങളും ചെയ്യാതെ ആരും ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ചുറ്റുപാടുകളും അനുവദിക്കുന്നില്ല, അതിനുള്ള സമയമൊന്നും കിട്ടുന്നില്ല, അതിനുള്ള പരിസ്ഥിതി ഒന്നും ഇല്ലെങ്കിൽ ശരി, വേണ്ട, ചെയ്യണ്ട. പക്ഷേ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ആ ചെയ്യുന്ന കർമ്മങ്ങൾ എന്ത് തന്നെയാണെങ്കിലും
എന്നെ ശരണം പ്രാപിച്ചോളൂ. എന്നെ ശരണം പ്രാപിച്ചുകൊണ്ട് സർവസങ്കല്പങ്ങളും വികാരങ്ങളും, എന്ത് ലോകസങ്കല്പങ്ങളാണ്, ലോകവികാരങ്ങളാണ് നമുക്കുള്ളത്, ശരി, അതൊക്കെ ഭഗവാന് വേണ്ടി തന്നെ, എല്ലാം ഭഗവാന് വേണ്ടി തന്നെ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അതിൻ്റെയൊക്കെ എനിക്കുള്ള ആ അഭിരുചി, അതിലൊക്കെ എനിക്കുള്ള അഭിവാഞ്ച അത് ഭഗവാൻ കുറച്ചു തരണം. ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ചെയ്യുമ്പം അതിലെനിക്കുള്ള അഭിരുചിയും അഭിവാഞ്ചയും ഒക്കെ എനിക്ക് കുറച്ചു തരണം എന്നാണ് ഭഗവാൻ പറയണത്. ലൗകിക ഫലങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഭഗവത് പ്രാപ്തി നേടാനായിട്ട് ശ്രമിക്കണം. അത് നമ്മൾ ലൗകിക കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഭഗവാന്റെ ആരാധന പോലെ, വർക്ക് ഇസ് വർഷിപ്പ് എന്നുള്ള ആ ഒരു ഇതിൽ കൂടെ ചെയ്യണം. അപ്പം ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് മനസ്സിനെ അടക്കി എല്ലാ കർമ്മങ്ങളുടെയും ഫലം വേണ്ട, ഞാൻ എല്ലാം എൻ്റെ സ്വധർമ്മമാണ്, എൻ്റെ കർത്തവ്യമാണ്, അതുകൊണ്ട് ഞാൻ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് എല്ലാം ചെയ്യുന്നു. ഭഗവാന്റെ ഇഷ്ടം, ഭഗവാൻ എന്താണോ ഇഷ്ടം അതാണ് എൻ്റെ ഫലം, അല്ലാതെ ഞാൻ ഫലം കാക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്ന എന്ന് പക്ഷേ നമ്മൾ സാധാരണക്കാരെന്താ ചെയ്യുക എന്ന് പറയും, എനിക്ക് ഒന്നിലും ഒരു കാര്യമില്ല, എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തത് എന്ന് പറയും. എന്നിട്ട് സൗകര്യമുള്ളപ്പോഴൊക്കെ നമ്മൾ അതിന്റെ ഫലം കാക്ഷിക്കുകയും ചെയ്യും, ഇല്ലേ? ഭഗവദ്യോഗവും യഥാത്മത്വവും സർവകർമ്മ ഫലത്വവും നേടിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് അനന്യഭജനം. നമുക്ക് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് കർമ്മഫല ത്യാഗത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അത് തന്നെയാണ് അനന്യഭജനം. നമ്മൾ ചെയ്യുന്നതെല്ലാം ഭഗവാന് അർപ്പിച്ച് ചെയ്യല്ലേ, ഭഗവാന് വേണ്ടിയുള്ള കർമ്മങ്ങളായിട്ട് അതിൻ്റെ ഒന്നും ഫലം കാക്ഷിക്കാതെ ചെയ്യുമ്പോൾ അത് തന്നെയാണ് അനന്യഭജനം. കൂടെ ബോധപൂർവം ഇവ നേടാൻ ശ്രമിക്കുന്നതാണ് അഭ്യാസം. ഇവ നേടാനുള്ള അഭ്യാസത്തിന് ഒരു പശ്ചാത്തലം ഒരുക്കുകയാണ് ഭഗവാന് വേണ്ടി പ്രത്യേക കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഇത് മൂന്നും കഴിയാത്ത ആളിനോടാണ് ഭഗവാനെ ശരണം പ്രാപിച്ച് സർവകർമ്മങ്ങളും ചെയ്തുകൊണ്ട് സർവകർമ്മങ്ങളുടെയും ഫലങ്ങൾ ത്യജിച്ചുകൊണ്ട് ചെയ്യുവാനായിട്ട് ഭഗവാൻ ചെയ്യുന്നത്. അതായത് ഒരു ക്രമമായ അനുഷ്ഠാനങ്ങളാണ്. അതായത് തീർത്ഥയാത്ര, ഭഗവാന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക, ഭഗവത് ആരാധനകൾ ചെയ്യുക, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോവുക, അങ്ങനെയുള്ള സ്വാധ്യായം ചെയ്യുക, സത്സംഗം ചെയ്യുക, ഇങ്ങനെയുള്ള ഒക്കെ ഒരു പടിപടിയായിട്ട് ചെയ്യാൻ പ്രാപ്തിയില്ലെങ്കിൽ വേണ്ട, ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് അതിന്റെ ഫലങ്ങളൊന്നും കാക്ഷിക്കാതെ ഭഗവത് ആരാധനയായിട്ട് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. അപ്പം തരം കിട്ടുമ്പോഴൊക്കെ ബാക്കിയുള്ള ഈ ഭഗവാനെ പ്രാപിക്കാനുള്ള ഭഗവാന് വേണ്ടിയുള്ള ജോലികളുണ്ടല്ലോ, അതായത് നമ്മുടെ ആരാധനയും ഭജനയും അതൊക്കെ സൗകര്യം കിട്ടുമ്പോഴൊക്കെ ചെയ്യും വേണം. അതൊക്കെ അഭ്യസിക്കണം എന്നാണ്. ഇത് ഭഗവാന്റെ കാരുണ്യമാണ്. എനിക്കിത് പറ്റൂല ഭഗവാനെ നമ്മൾ, ശരി, വേണ്ട, എന്നാ അത് വേണ്ട, നിനക്ക് പറ്റൂലേ, വേണ്ട, എന്നാ വേറൊരു കാര്യം പറഞ്ഞു, അച്ഛനമ്മമാര് പറയണ പോലെ, മോൾക്കത് പറ്റൂലേ, വേണ്ട മോളെ, എന്നാ ഇത് ചെയ്തോളൂ എന്നാ നമ്മൾ പറയണത് പോലെ ഭഗവാൻ അത്ര കാരുണ്യത്തോടു കൂടി ഓരോരോ ഒഴിവ് അർജുനന് പറയുമ്പോൾ അതിനൊക്കെ മറുമരുന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭഗവാൻ ഭഗവാന്റെ ആ കാരുണ്യം കൊണ്ട് സത്യാന്വേഷണ പദത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനായിട്ട് കൊതിക്കുന്നില്ല. ഫലത്യാഗം എന്ന് പറഞ്ഞാൽ ഈശ്വരബുദ്ധിയെ അവലംബിച്ചുകൊണ്ടുള്ള ഇച്ഛത്യാഗമാണ്. പലപ്പോഴും ഈ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഫലത്യാഗത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ തന്നെ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ പരാഭക്തിയിൽ എത്തുന്നത്. പരാഭക്തി അപരാഭക്തി രണ്ടുതരം ഭക്തി ഉണ്ടെന്ന് പറഞ്ഞു. പരാഭക്തി എന്ന് വെച്ചാൽ ഈശ്വരന് വേണ്ടി മാത്രമുള്ള ഭക്തി, പരമാത്മനിഷ്ഠ നേടുവാനുള്ള സാധന അനുഷ്ഠാനങ്ങളുടെ ക്രമം അങ്ങനെ വിവരിച്ചു. അപ്പൊ ഭഗവാൻ ഇനി അടുത്ത പദ്യം കൊണ്ട് പറയുന്നത് എന്തിനാണ് ഇതൊക്കെ വിവരിച്ചു തന്നത് എന്നാണ്. കാരണം ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാധ്യാനം വിശിഷ്യതേ ധ്യാനാത് ത്യാഗാശ്ചാന്തിരനന്തരം. സ്വാമി പറയാണ്, ശ്രേയോഹി ജ്ഞാനം അഭ്യാസാത്. ജ്ഞാനം എന്ന് വെച്ചാൽ എന്താണ്? വസ്തുബോധം. എന്താണ് വസ്തുബോധം? സർവത്ര ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഭഗവാൻ ഇല്ലാതെ ഒന്നുമില്ല എന്നുള്ള അറിവിനാണ് ജ്ഞാനം പറയണത്, വസ്തുബോധം എന്ന് പറയണത്. ആ അഭ്യാസാത് കൂടെയുള്ള ധാന്യാഭ്യാസത്തെക്കാളും ശ്രേഷ്ഠമാണ് ജ്ഞാനം. ശ്രേയോഹി ജ്ഞാനം അഭ്യാസാത്. നമ്മൾ ഈ പറഞ്ഞ ഇതിനു മുമ്പ് വിവരിച്ചിട്ടുള്ള അഭ്യാസങ്ങൾ ഭഗവാനെ പ്രാപിക്കുവാനായിട്ട് പല സഗുണ രൂപത്തിലും നിർഗുണ രൂപത്തിലുള്ള പല കാര്യങ്ങൾ ചെയ്യാൻ ഭഗവാൻ പറഞ്ഞു, അല്ലെ എന്നെ ആശ്രയിച്ചുകൊണ്ട് ചെയ്യാൻ പറഞ്ഞു. അതിനൊക്കെ കാളും, അങ്ങനെയുള്ള എല്ലാ പ്രവൃത്തികളെക്കാളും എല്ലാ കർമ്മങ്ങളെക്കാളും എല്ലാ അഭ്യാസങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് ജ്ഞാനം. അതായത് സർവവും ഭഗവാൻ തന്നെ എന്നുള്ള അറിവ്.
ജ്ഞാനാധ്യാനം വിശിഷ്യതേ. കൂടെയുള്ള ധാന്യാഭ്യാസത്തെക്കാളും ശ്രേഷ്ഠമാണ് എന്തെന്നാൽ ജ്ഞാനം ഹേതുവായി ധ്യാനം വിശിഷ്യതേ. ജ്ഞാനം ഹേതുവായിട്ട് ധ്യാനം നമുക്ക് ഉറച്ചു കിട്ടും. ധ്യാന സാധനം നിരന്തരവും ലളിതവുമായി വിശേഷപ്പെട്ടതായി ഭവിക്കുന്നു. ധ്യാനിക്കാനിരിക്കുമ്പോൾ നമുക്ക് ചിന്തകളൊന്നും മാറിപ്പോയില്ല. നമുക്ക് വസ്തുബോധമുണ്ട്, ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ. അഭ്യാസത്തിനേക്കാളും ശ്രേഷ്ഠമായ ജ്ഞാനം നമുക്ക് ലഭ്യമായി കഴിഞ്ഞാൽ നമുക്ക് ജ്ഞാനത്തെക്കാളും ശ്രേഷ്ഠമായ ധ്യാനത്തിലേക്ക് പോകാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? അങ്ങനെ ധ്യാനം ലളിതമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഭഗവാൻ പറയുന്നു ധ്യാനാത് കർമ്മഫലത്യാഗ. ധ്യാനത്തിനേക്കാളും ശ്രേഷ്ഠമാണ് കർമ്മഫലത്യാഗം. പിന്നെ അവിടെ തന്നെ കൊണ്ടെത്തിച്ചു. കർമ്മഫലത്യാഗം ചെയ്യുന്നത് എങ്ങനെയാണ്? കർമ്മഫലേഷ്ടം മുഴുവൻ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ ത്യജിക്കുകയാണ്. കർമ്മഫലത്തെ നമ്മൾ ത്യജിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? പ്രയോജനം എന്താന്ന് വെച്ചാൽ നമ്മൾ ശാന്തരാവും. നമുക്ക് ശാന്തിക്ക് വേണ്ടിയാണ് എനിക്ക് പീസ്, ഐ വോണ്ട് പീസ്, ഐ വോണ്ട് പീസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ശാന്തി ഇല്ല, ശാന്തി വേണം, ജീവിതത്തിൽ സമാധാനം വേണം, ശാന്തി വേണം എന്ന് പറഞ്ഞു. അപ്പം ആത്മനിഷ്ഠമായ ആ ശാന്തി, ഒറ്റയ്ക്കിരുന്നാലും എവിടെ ഇരുന്നാലും ആൾക്കൂട്ടത്തിൽ ഇരുന്നാലും എവിടെ ഇരുന്നാലും പരമശാന്തി അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. സ്വാമി പറയും ഐ വോണ്ട് പീസ്, ഐ വോണ്ട് പീസ്. എൻ്റെ അടുത്ത് ആൾക്കാരൊന്ന് പറയും സ്വാമി എന്താ വേണ്ടത്? ഐ വോണ്ട് പീസ് സ്വാമി, ഐ വോണ്ട് പീസ്. സ്വാമി പറയും, സ്വാമി എന്താ പറയും? ഐ വോണ്ട് പീസ്. ആദ്യം തന്നെ ഐ കട്ട് ചെയ്യും, ഞാൻ എന്ന ഭാവം അതങ്ങ് കട്ട് ചെയ്യും. പിന്നെ വോണ്ട്, ആഗ്രഹങ്ങൾ കട്ട് ചെയ്യൂ. പിന്നെ ശേഷിക്കുന്നത് എന്താണ്? പീസ്, ശാന്തി. അത് തന്നെ. ഐ വോണ്ട് പീസിൽ ഐയും വാണ്ടും കട്ട് ചെയ്താൽ നാച്ചുറലായിട്ട് നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവും എന്നാണ് ഭഗവാൻ പറയണത്. അതുപോലെയാണ് ശ്രേയോഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാധ്യാനം വിശിഷ്യതേ. ധ്യാനാത് കർമ്മഫലത്യാഗഃ ത്യാഗാശാന്തിരനന്തരം. അനന്തരം പരിപൂർണമായ ശാന്തി നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. വസ്തുബോധം, അതായത് ജ്ഞാനം കൂടെയുള്ള ധാന്യാഭ്യാസത്തെക്കാൾ ശ്രേഷ്ഠമാണ്. എന്തെന്നാൽ ജ്ഞാനം ഹേതുവായി ധ്യാനസാധന നിരന്തരവും ലളിതവുമായി തീരുന്നു. ധ്യാനം ഇങ്ങനെ നിരന്തരമായി തീർന്നാൽ കർമ്മഫല ഇച്ഛാത്യാഗം, കർമ്മഫലത്തിന്റെ ആഗ്രഹത്തിനോടുള്ള ത്യാഗം, അത് നമുക്ക് സുഗമമായിട്ട് ചെയ്യാനായിട്ട് ഭാവിക്കാം. ഈശ്വരധ്യാനപൂർവമായ ഫല ഇച്ഛ ത്യാഗം കൊണ്ട് ആത്മനിഷ്ഠമായ ശാന്തി അനുഭവിക്കും. എന്തുകൊണ്ടാണ് നമുക്ക് ശാന്തി ഇല്ലാത്തത്? കർമ്മഫലങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്തെങ്കിലും നമ്മൾ ചെയ്താൽ അതിന്റെ ഫലം വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ടല്ലേ നമുക്ക് ശാന്തി ഇല്ലാത്ത. കിട്ടാത്തപ്പോൾ നമുക്ക് അശാന്തി ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ സാധിക്കാത്ത കാര്യങ്ങളെ ഓർത്ത് നമ്മൾ അശാന്തരാവും. അപ്പൊ ആ ആഗ്രഹം ഇല്ലാതായാൽ ആ ഒരു കർമ്മം ഇച്ഛ തന്നെ നമ്മളങ്ങ് ഉപേക്ഷിക്കുകയാണെങ്കിൽ പിന്നെ എവിടെയാണ് ആശാന്തിക്കുള്ള സ്ഥാനം? പിന്നെ ശാന്തി മാത്രമേ ഉണ്ടാവൂ. അതാണ് ഭഗവാൻ പറയുന്നത്. ത്യാഗാശാന്തിരനന്തരം. ത്യാഗം കൊണ്ട് നേടേണ്ട ആത്മശാന്തിയാണ് നമ്മളുടെ പരമമായ ലക്ഷ്യം. അത് തന്നെയാണ് ഈശ്വരപ്രാപ്തി. അങ്ങനെ ശാന്തരായി കഴിഞ്ഞാൽ നമ്മൾ ഈശ്വരനിൽ തന്നെയാണ് രമിക്കുന്നത്. ഇതിനുള്ള സുഗമ സാധനയാണ്. അത് സാധിക്കാത്തവർ അല്പാൽപമായെങ്കിലും ആ സാധന നമ്മൾ ശീലിക്കണം. അപ്പം ഭഗവാൻ പറയുന്നത് വസ്തുബോധം, മനോനാശം, വാസനാക്ഷയം, ഇത് മൂന്നും ഒരുമിച്ച് വളർത്തിയാൽ മാത്രമേ ആത്മശാന്തി ഉണ്ടാവുകയുള്ളൂ. എന്തൊക്കെയാണ്? വസ്തുബോധം, അതായത് സർവത്ര നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ പറ്റിയുള്ള ബോധം, അതിനാണ് ജ്ഞാനം. ഈ വസ്തുബോധത്തിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അതിന്റെ ഫലമായിട്ട് നമുക്ക് മനോനാശം ഉണ്ടാവും. എന്താണ് മനസ്സ്? ആഗ്രഹങ്ങളുടെ ഒരു കൂട്ടമാണ് മനസ്സ്. ആഗ്രഹങ്ങളാണ് മനസ്സ്. അപ്പം ആഗ്രഹങ്ങൾ ഇല്ലാതെയായാൽ മനസ്സില്ലാതെയാവും, അല്ലേ? അപ്പം മനോനാശം എന്ന് പറയുന്നത് ആഗ്രഹനാശത്തിനെയാണ്. നമുക്ക് മാറി 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 വന്നുകൊണ്ടിരിക്കുകയല്ലേ മനസ്സിൽ ആഗ്രഹങ്ങൾ. അത് കഴിഞ്ഞാലോ വാസനാക്ഷയം. അപ്പൊ നമുക്ക് വാസനകൾ ഇല്ലാണ്ടാവും. നമുക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ വാസന വരുന്നത്? ആഗ്രഹങ്ങളുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് സഞ്ചിത വാസനകളൊക്കെ ഉണ്ടാവുന്നത്, അല്ലേ? ഇപ്പൊ അതൊക്കെ ഇല്ലാണ്ടാവും. അപ്പൊ പിന്നെ എന്താ ഉണ്ടാവുക? ആത്മശാന്തി എന്ന ജീവൻ മുക്തി നമുക്ക് ലഭിക്കും. അതാണ് വസ്തുബോധമാണ് ജ്ഞാനം. ധ്യാനം ഉറപ്പിക്കലാണ് മനോനാശം. അതായത് ആഗ്രഹങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് മനസ്സിനെ നിയന്ത്രിച്ച് ഏകാഗ്രമാക്കി അനന്യഭക്തിയിലാക്കിക്കൊണ്ട് മിണ്ടാതെ ധ്യാനിക്കാൻ കഴിയുന്നതിനാണ് മനസ്സിന്റെ നാശം എന്ന് പറയുന്നത്. ഫലേച്ഛത്യാഗമാണ് വാസനാക്ഷയം.
ഫലത്തിൽ ഇച്ഛയില്ലെങ്കിൽ നമുക്ക് വാസനകൾ ഉണ്ടാവില്ല. ഫല ഇച്ഛയില്ലാതെ ജീവിക്കുന്നവർക്ക് അടുത്ത ജന്മത്തിലേക്ക് വേണ്ടി വാസനകൾ ഉണ്ടാവില്ല, ബാങ്ക് ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് പ്രാരബ്ധ കർമ്മങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരില്ല. അതാണ് വലിയ യോഗികളൊക്കെ ചെറുപ്പത്തിലെ യോഗികളായി പോകുന്ന അവർക്ക് വാസനാക്ഷയം എന്റെ മുൻപൻ ജന്മത്തിൽ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവർക്ക് ഒന്നുമില്ല, അവർക്ക് ബാങ്ക് ബാലൻസ് ഇല്ല. അതുകൊണ്ട് ഒരു പ്രാരബ്ധവും അനുഭവിക്കേണ്ടതില്ല. അതാണ് ആത്മശാന്തിയായിരുന്ന അപരാക്ഷ ജ്ഞാനത്തോടുകൂടി ഇവ മൂന്ന് ലക്ഷ്യത്തിലേക്ക് നമുക്ക് അനുഭവമായി തീരും. ഇത്രയും ആണ് ജ്ഞാനം അഭ്യാസത്തെക്കാൾ ശ്രേഷ്ഠമാണ്. ഇവിടുത്തെ ജ്ഞാനം ഗുരുമുഖത്തു നിന്നും ശാസ്ത്ര പഠനത്തിൽ നിന്ന് ലഭിച്ച സിദ്ധാന്തപരമായ വസ്തുബോധമാണ്. ഒരു നല്ല സദ്ഗുരുവാണ് നമുക്ക് ഈ വസ്തുബോധം, ഭഗവാനെ പറ്റിയുള്ള ബോധം, ഈശ്വര ബോധം നമുക്ക് ഉണ്ടാക്കി തരുന്നത് സദ്ഗുരുവാണ്. ആ സദ്ഗുരുവിൽ നിലച്ച് ആ ബോധം നമ്മള് വസ്തു ഒന്നേ ഉള്ളൂ എന്ന് ബുദ്ധിക്കും യുക്തിക്കും തെളിഞ്ഞു കിട്ടും. അങ്ങനെ സദ്ഗുരുവിന്റെ ഉപദേശം നമ്മൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാം ഒന്ന് തന്നെ, വേറെ ഒന്നുമില്ല, രണ്ടൊന്നൊന്നില്ല എന്ന് മനസ്സിലാവും. അങ്ങനെ അത് പ്രത്യക്ഷമായിട്ട് അനുഭവിക്കണമെങ്കിൽ ഈ വസ്തുബോധം ഉറപ്പുവന്ന ആൾ സഗുണ ഉപാസകനാണെങ്കിലും നിർഗുണ ഉപാസകനാണെങ്കിലും പ്രപഞ്ചം ഈശ്വരന്റെ പ്രകടഭാവമാണെന്ന് നല്ലപോലെ അറിയുന്നു. ഈ പ്രപഞ്ചം എന്ന് വെച്ചാൽ ഈശ്വരൻ തന്നെ, ഈശ്വരനാണ് അവിടെ നിൽക്കുന്നത് പ്രപഞ്ചമായിട്ട്. ഈശ്വരന്റെ വിരാട് രൂപം അല്ലെങ്കിൽ വിശ്വരൂപം തന്നെയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കും. അങ്ങനെ അപ്പൊ കൂടെ കൂടെ ധ്യാനം പരിശീലിക്കുന്ന അഭ്യാസത്തെക്കാളും ധ്യാനത്തെ നിരന്തരവും സുഗമവുമാക്കി തീർക്കുന്ന ജ്ഞാനമാണ് നമുക്ക് വേണ്ടത് എന്ന് പറയാണ്. ഈശ്വരധ്യാനം ജ്ഞാനസഹായം നേടി നിരന്തരമാകുന്നതോടെ നമുക്ക് ഈ ഫലേച്ഛ ത്യാഗമുണ്ടാവും. നാച്ചുറലായിട്ട് വരുന്നതാണത്. അത് സംഭവിച്ചിരിക്കും. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിക്കും എന്നുള്ളത് നിയമമാണ്, അല്ലേ? പ്രകൃതി നിയമമാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഈശ്വര ധ്യാനത്തിലൂടെ ജ്ഞാനസഹായം തേടി നമ്മൾ ഈശ്വര ധ്യാനം ചെയ്യുന്നതോടുകൂടി നമുക്ക് കർമ്മഫലങ്ങളിൽ ഇച്ഛ ഉണ്ടാവില്ല. ഇല്ലാതെ നമുക്ക് ത്യജിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. മനസ്സിന് പറ്റി നിൽക്കാൻ കർമ്മഫലം അല്ലെങ്കിൽ പിന്നെ കർമ്മഫലം അല്ലെങ്കിൽ ഈശ്വരൻ, ഇങ്ങനെ രണ്ട് വസ്തുക്കളേ ഉള്ളൂ. ഒന്നുകിൽ കർമ്മഫലം അല്ലെങ്കിൽ ഈശ്വരൻ. ഈ രണ്ട് വസ്തുക്കളെ ഈ ലോകത്തുള്ളൂ നമുക്ക് ധ്യാനിക്കാനായിട്ട്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഫലേച്ഛ പൂർണ്ണമായിട്ടും ഒഴിയുമ്പം വാസനാക്ഷയം നമുക്കുണ്ടാവുന്നു. മനസ്സ് അടങ്ങുന്തോറും നമുക്ക് പരോക്ഷ ജ്ഞാനം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അത് പ്രത്യക്ഷ ജ്ഞാനമായിട്ട് മാറും. ജ്ഞാനം, ധ്യാനം, ഫലേച്ഛ, ത്യാഗം, തത്വബോധം, മനോനാശം, വാസനാക്ഷയം, ഇങ്ങനെയാണ് എൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള നമ്മുടെ ഉയർച്ച. അങ്ങനെ പ്രവർത്തിക്കുന്നെങ്കിൽ നമുക്ക് പരാഭക്തി, അതായത് ബ്രഹ്മനിഷ്ഠ. പരാഭക്തി, അപരാഭക്തി. അപരാഭക്തി എന്ന് പറഞ്ഞാൽ ലോകത്തോടുള്ള ഭക്തിയാണ്. പരാഭക്തി എന്ന് പറയുമ്പോൾ ഭഗവാനോട് മാത്രം, ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ഭക്തിയാണത്. അതാണ് ശാന്തി. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും ശാന്തമായിരിക്കും. നമുക്കൊരു യാതൊരു തരത്തിലുള്ള ഒരു ഇളക്കങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവില്ല. എപ്പോഴും സമനില പാലിച്ചുകൊണ്ടിരിക്കും നമ്മൾ. അതുകൊണ്ട് വസ്തുബോധം ഇല്ലെങ്കിലും നമ്മൾ ധ്യാനം അഭ്യസിക്കണം. ധ്യാനം അഭ്യസിക്കുമ്പോൾ എന്താ വെച്ചാൽ അഭ്യാസം കൊണ്ട്, അഭ്യാസേന കൗന്ദയാന്ന് പറഞ്ഞു, അഭ്യാസം കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യമില്ല. അതുകൊണ്ട് അഥവാ നമുക്ക് പിന്നെ ജ്ഞാനം ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ സാരമില്ല, ധ്യാനം അഭ്യസിച്ചോളൂ. അങ്ങനെ അഭ്യസിച്ച് തരം കിട്ടുമ്പോഴെല്ലാം അത് പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജ്ഞാനത്തെക്കാളും ധ്യാനം ശ്രേഷ്ഠമാണ്, ധ്യാനത്തെക്കാളും കർമ്മഫലം ശ്രേഷ്ഠമാണ് എന്ന് കാണിക്കുന്നു. അഭ്യാസത്തെക്കാൾ ജ്ഞാനം ശ്രേഷ്ഠമാണ്. അപ്പം ഭഗവാൻ പറയുന്നു, ജ്ഞാനത്തെക്കാളും ധ്യാനം ശ്രേഷ്ഠമെന്ന് എങ്ങനെ പറയും? ജ്ഞാനത്തെക്കാളും ധ്യാനമാണ് ശ്രേഷ്ഠമെന്ന് എങ്ങനെ പറയും? ജ്ഞാനമില്ലെങ്കിൽ നമുക്ക് ധ്യാനിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഭാഗം ജ്ഞാനാധ്യാനം വിശിഷ്യതേ എന്ന് പറയുന്നത്. അതായത് ജ്ഞാനമുണ്ടെങ്കിൽ ധ്യാനത്തെ അത് വിശിഷ്ടമാക്കും. ജ്ഞാനമുള്ള ധ്യാനമാണ്. നമ്മൾ ചുമ്മാ ഒരാൾ ധ്യാനിക്കുന്നതും ഒരു ജ്ഞാനി ധ്യാനിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു ജ്ഞാനിയുടെ ധ്യാനം എങ്ങനെയായിരിക്കും? വിശിഷ്ടമായിരിക്കും. ജ്ഞാനമില്ലാത്ത ഒരാളുടെ ധ്യാനം സാധാരണമായിരിക്കും. അതാണ് അത് പറയുന്നത്. അതുകൊണ്ടാണ് ജ്ഞാനാധ്യാനം വിശിഷ്യത എന്ന് പറയുന്നത്. ധ്യാനാത് കർമ്മഫലത്യാഗ. ധ്യാനാത് അതായത് പിന്നെ ധ്യാനത്തെക്കാളും കർമ്മഫലത്യാഗം ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞാൽ എന്താണത്? അങ്ങനെ ത്യജിക്കാനുള്ള കഴിവുണ്ടായാൽ മാത്രമേ ശാന്തിരനന്തരം, ത്യാഗാ ശാന്തിരനന്തരം, അതായത് നമ്മൾ തന്നെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ തന്നെ നമ്മൾ നോക്കാം. ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നു, ആഗ്രഹിച്ചിട്ട് നമുക്ക് കിട്ടുന്നതേ ഇല്ല.
കുറേ ആഗ്രഹിച്ചിട്ട് കിട്ടുന്നില്ല, അപ്പൊ ഞാൻ വേണ്ട, ചെയ്തേക്കാം, പക്ഷെ കിട്ടിയില്ലെങ്കിലും സാരമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? നമ്മൾ ആ കർമ്മഫലത്തെ ത്യജിക്കുകയാണ്. അപ്പൊ നമുക്ക് ശാന്തി നാച്ചുറൽ ആയിട്ട് ഉണ്ടാവില്ലേ? ആ അതാണ് ശാന്തിരനന്തരം എന്ന് പറയുന്നത്. ത്യാഗം കൊണ്ട് ശാന്തി ഉണ്ടാവും എന്ന് പറയുന്നത്, ഒരു കാലം കിട്ടണം എന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു, പിന്നെ നമ്മൾ അല്ലെങ്കിൽ വേണ്ട എന്ന് തീരുമാനിച്ചാൽ നമുക്ക് ശാന്തിയായി. അല്ല, കിട്ടണം എന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ ശാന്തി ഉണ്ടാവില്ല, ഇല്ലേ? അതാണ് അങ്ങനെ പറയാൻ കാരണം. അങ്ങനെ തത്വബോധം, മനോനാശം, വാസനാക്ഷയം, ഇത് ഒരുമിച്ച് എത്തി ആത്മശാന്തിയിലെത്തി വിരാജിക്കുന്ന ആൾക്കാരാണ് ജീവൻ മുക്തരെന്ന് പറയുന്നത്. അങ്ങനെ ജീവൻ മുക്തർക്ക് പരാഭക്തി ഉണ്ടാവും. പരാഭക്തി എന്ന് വെച്ചാൽ അവർക്ക് ഈശ്വരനെ മാത്രം, ഈശ്വരൻ എന്താണെന്നറിയാം, ബ്രഹ്മനിഷ്ഠനാണ്, അവർക്ക് ഈശ്വരൻ രൂപം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ, ആ ഒരു നിലയിൽ അവർ എത്തിക്കിടന്നാൽ അവർക്ക് സർവ്വസമയവും ആത്മശാന്തി അനുഭവിക്കാനായിട്ട് പറ്റും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി പറയുന്ന 13 തൊട്ട് പിന്നെ 20 വരെ ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. 13 തൊട്ട് 20 വരെയുള്ള ശ്ലോകങ്ങളില് അർജുനൻ ചോദിച്ചല്ലോ ഭഗവാൻ ആരെയൊക്കെയാണ് ഭഗവാൻ ഇഷ്ടം എന്ന് ചോദിച്ചല്ലോ, ആദ്യത്തെ ഒരു ചോദ്യം. ഭഗവാൻ പരാഭക്തിയിൽ എത്തുന്നവരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എങ്ങനെ പരാഭക്തിയിലെത്താം, ബ്രഹ്മനിഷ്ഠനാവാം എന്ന് വരെ അർജുനന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇനി അർജുനന്റെ ആ ക്വസ്റ്റ്യന്റെ രണ്ടാമത്തെ പാർട്ടിന്റെ ഉത്തരം പറയാൻ പോവാണ്. ആദ്യത്തെ ഉത്തരം 1A കഴിഞ്ഞു, ഇനി 1Bയിലൊക്കെ ഭഗവാൻ പ്രവേശിക്കുകയാണ്. അത് 13 തൊട്ട് 20 വരെയുള്ള ശ്ലോകങ്ങളിൽ എനിക്ക് ആരെയാണ് ഇഷ്ടം എന്ന് കൃത്യമായിട്ട് ഭഗവാൻ പറഞ്ഞു തരികയാണ്. നമുക്ക് വേറെ ഒരു ചാപ്റ്ററും വായിക്കാൻ പറ്റിയില്ലെങ്കിലും ദിവസവും ഈ 12ാമത്തെ അധ്യായം മാത്രം വായിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണെന്ന് എല്ലാവരും പറയും. കാരണം ഓരോ ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ വളരെ മനോഹരമായ ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. ഈ ഭക്തിയോഗം 12ാമത്തെ അധ്യായം ഭക്തിയോഗം വായിക്കുന്നത് വളരെ വളരെ നല്ലതാണെന്ന് എല്ലാവരും പറയും. ഹോൾ ഗീത മുഴുവൻ വായിച്ച് അർത്ഥം മനസ്സിലാക്കാൻ പ്രയാസം. ഏറ്റവും സുഗമവും ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്നതും ഭക്തിയോഗമാണ്. മനസ്സിലായില്ലേ? അദ്വേഷ്ട, ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മഹാഭാരതത്തിലെയും വാൽമീകി രാമായണത്തിലെയൊക്കെ കടുകട്ടി, ഈവൻ നാരായണത്തിലെ പോലും സംസ്കൃതം കടുകട്ടിയാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ആരെങ്കിലും ഒക്കെ പറഞ്ഞു തരണം, അല്ലെങ്കിൽ അതിന്റെ വ്യാഖ്യാനമൊക്കെ വായിച്ചാലേ മനസ്സിലാവുള്ളൂ. പക്ഷേ ഭഗവത്ഗീത ഒന്ന് വായിച്ചു നോക്കൂ, എത്ര ചെറിയ കുട്ടിക്ക് അത് മനസ്സിലാക്കാം. എത്ര ചെറിയ കുട്ടിക്ക് അത്, ഒരു കുട്ടി 700 ശ്ലോകം കാണാതെ പറയുന്ന ഒരു കുട്ടിയെ പറ്റി നമ്മൾ കണ്ടിട്ടില്ലേ വീഡിയോയിലൊക്കെ? അപ്പം ഒരുപാട് കുട്ടികൾ, അമേരിക്കയിലെ ഒരു 10-200 പിള്ളേരാണ് ശ്ലോകങ്ങളെല്ലാം കാണാതെ ഇങ്ങനെ പറ പറഞ്ഞുകൊണ്ട് പോയത്. അവരങ്ങനെ പഠിപ്പിച്ചെടുത്തു ഇന്ത്യക്കാര്. അപ്പൊ അതുകൊണ്ട് വളരെ സുഗമവും വളരെ ലളിതമായ സംസ്കൃതമാണ് ഈ ഭഗവത്ഗീതയില് വ്യാസദേവൻ ഉപയോഗിച്ചിരിക്കുന്നത്. കമ്പയർ ടു പിന്നെ മഹാഭാരതത്തിൽ വരുന്നതാണല്ലോ ഇത്. അപ്പൊ മഹാഭാരതത്തിൽ വരുന്ന ഈ ഭഗവത്ഗീത ബാക്കിയുള്ള ശ്ലോകങ്ങളെക്കാളൊക്കെ വളരെ ലളിതമായ ഒരു സംസ്കൃതത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ കാരണം എന്തെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെ ഈ ഭഗവത്ഗീത എല്ലാവർക്കും മനസ്സിലാക്കുവാനും പഠിക്കുവാനും വളരെ ഇഷ്ടം തോന്നും. വളരെ വളരെ എന്താ പറയാ, വളരെ മ്യൂസിക്കലാണ്, സംഗീതാത്മകമാണ് ഈ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളെല്ലാം. വളരെ സംഗീതാത്മകമാണ്. നാരായണയൊക്കെ ഒന്ന് വായിച്ചു നോക്കും. നമുക്ക് നാരായണ ഇത്ര ഈസി ആയിട്ട് വായിക്കാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ് അത്. പക്ഷെ ഭഗവത്ഗീത അങ്ങനെയല്ല. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖ സുഖക്ഷമീ സന്തുഷ്ടഃ സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിത മനോ ബുദ്ധിഃ യോ മദ്ഭക്ത സമേ പ്രിയ. അവനാണ് എൻ്റെ ഭക്തൻ, അവനാണ് എനിക്ക് പ്രിയപ്പെട്ടവൻ. എടുത്തു തന്നെ പറയാണ് എങ്ങനെയുള്ള ആൾക്കാരാണ്? അദ്വേഷ്ട സർവഭൂതാനാം. സർവഭൂതാനം എന്ന് വെച്ചാൽ ലോകത്തിലുള്ള പഞ്ചഭൂതാത്മകമായ ഈ ലോകത്തിൽ സർവഭൂതങ്ങളാലും സൃഷ്ടിക്കപ്പെട്ട ഒരു വസ്തുവിനോടും ദേഷ്യമില്ല, എല്ലാവരോടും സ്നേഹം, ലവ് ഓൾ. അതാണ് ഇവിടെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഒന്നിനോടും ഒരു ദേഷ്യവും ഇല്ലാത്ത അവസ്ഥ, അതാണ് അദ്വേഷ്ട സർവഭൂതാനാം. മൈത്ര കരുണ ഏവച. അത് മാത്രം പോരാ, മൈത്രിയും കരുണയും വേണം എല്ലാ ജീവജാലങ്ങളോടും, ചരാചരങ്ങളോടും. ജീവജാലങ്ങൾ മാത്രമല്ല, അചരങ്ങളോടും ചരാചരങ്ങളോടും നമുക്ക് എന്തുണ്ടാവണം? മൈത്രി ഉണ്ടാവണം. മൈത്രിയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും സുന്ദരമായ ഒരു
ഒരു നിലപാട്. മൈത്രി, സൗഹൃദം. സൗഹൃദത്തിലുള്ള ശ്രേഷ്ഠമായിട്ടൊരു ബന്ധം മനുഷ്യർക്കിടയിൽ ഉണ്ടാവാൻ വളരെ ബുദ്ധിമുട്ടാണ്. സൗഹൃദം, അതാണ് മൈത്രി എന്ന് പറയുന്നത്. മൈത്രി കരുണ ഏവച, എല്ലാവരോടും നമുക്ക് കരുണയാണ് വേണ്ടത്, സഹതാപമല്ല. സഹതാപം എന്ന് വയ്ക്കുമ്പോ എന്ത് പറയോ? സഹതാപം എന്ന് വെച്ചാൽ സഹതപിക്കുന്ന ആളോട് ഒരു കുറച്ച് എബവ് എന്നുള്ളൊരു ഫീലിംഗ് വരും. എനിക്ക് വേറൊരാളോട് സഹതാപമാണ് തോന്നുന്നെങ്കിൽ അയ്യോ പാവം എന്നൊരു ഫീലിംഗ്, അപ്പൊ ഞാൻ പാവമല്ല എന്നുള്ളൊരു ഭാവം നമ്മുടെ മനസ്സിൽ ഉദിക്കും. അതുകൊണ്ടാണ് കരുണ അങ്ങനെയല്ല. കരുണ എന്ന് വെച്ചാല് നമ്മള് ആ ഒരു അവശനായ ഒരാളെ കാണുമ്പം ആ സ്ഥാനത്ത് നമ്മളെ പ്രതിഷ്ഠിക്കുകയാണ്. നമ്മളെ അവിടെ പ്രതിഷ്ഠിക്കുമ്പം അവിടെ നിന്നുകൊണ്ട് നമ്മൾ അവരുടെ ആ ഭാവം അറിയുകയാണ്. ഇപ്പൊ കണ്ണ് കാണാത്ത ഒരാളാണെങ്കിൽ നമ്മൾ കണ്ണടച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനോ പറയാനോ ഒക്കെ ശ്രമിക്കുക. കണ്ണടച്ചുകൊണ്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കണ്ണ് കാണാതെ ഒരാൾ എങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നത്, എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഒന്നും കാണാൻ വയ്യ, സർവത്ര ഇരുട്ട് മാത്രം, കണ്ണടച്ചു നോക്കൂ എല്ലാവരും, അപ്പം മനസ്സിലാവും. അപ്പോഴും നമുക്ക് അയ്യോ ആ അവസ്ഥ അനുഭവിക്കുന്നതിനാണ് കരുണ എന്ന് പറയുന്നത്. ഒരു കരുണ തോന്നുന്ന എപ്പോഴാണ്? സഹതാപമല്ല, കരുണ തോന്നുന്ന എപ്പോഴാണ്? ആ അവസ്ഥയാണ് നമുക്കും ഉള്ളതെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നുള്ള ഫീലിംഗ്, അതാണ് കരുണ. അപ്പം അദ്വേഷ്ട, ആരോടും ദേഷ്യം പാടില്ല. മൈത്ര, കരുണ. നിർമ്മമോ നിരഹങ്കാര, ആരോടും മമത വേണ്ട. മമത നമ്മളെ ഉപദ്രവിക്കുന്ന സാരമാണ്. എന്റേതെന്നുള്ള ഭാവം, എന്റേതെന്നുള്ള ഭാവം വരുമ്പോൾ നമുക്ക് സ്വാർത്ഥത ഉണ്ടാവും. അതുകൊണ്ട് നിർമ്മമനായിരിക്കണം. നിർമ്മമോ നിരഹങ്കാര, അഹങ്കാരം പാടില്ല. അഹംബോധം, ഞാൻ, എൻ്റെ എന്നുള്ള ഭാവം, അതാണ് അഹങ്കാരം. അഹം വേണം. അഹം എന്ന് വെച്ചാൽ നമ്മുടെ സ്വതമാണത്. നമുക്ക് നമ്മുടെ സ്വതം, നമ്മുടെ വ്യക്തിത്വമാണ് അഹം. ഈഗോ എന്ന് ഇംഗ്ലീഷിൽ പറയില്ലേ, ഈഗോ തന്നെ പ്രൈഡായിട്ട്, അഹന്തയായിട്ട് മാറും, പെട്ടെന്ന് മാറാൻ പറ്റും. അതുകൊണ്ടാണ് അഹന്തയും അഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. അഹം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ സ്വതം. അഹന്ത എന്ന് പറയുന്നത് നമ്മളാണെന്നുള്ള ഭാവം, ഞാൻ ആരാണ് എന്നുള്ള ആ ഭാവത്തിനാണ് അഹന്ത എന്ന് പറയുന്നത്. അഹന്ത നന്നതല്ല. നിരഹങ്കാരഹ, അതാണ് ഭഗവാൻ പറയുന്നത്. എനിക്കിഷ്ടം ആരെയാണ്? നിരഹങ്കാരികളെ, ഒരു അഹങ്കാരവും ഇല്ലാത്തവരെ. അഹന്ത ഭഗവാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത സ്വഭാവമാണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് അഹന്ത ഉണ്ടെങ്കിൽ ഓടം തട്ടിത്തെറിപ്പിക്കും ഭഗവാൻ. അവർക്ക് ഓട്ടം തന്നെ കൊട്ടുകൊടുക്കും. ഏത് അവതാരത്തെ വേണമെങ്കിലും എടുത്തു നോക്കിക്കോളൂ, അഹന്ത ഉള്ളവർക്ക് ഉടൻ കൊട്ടുകൊടുക്കും. അപ്പം നിർമ്മമോ നിരഹങ്കാര, മമഭേദവും ഞാനെന്ന ഭാവവും എന്റേതെന്നുള്ള ഭാവവും ഇല്ലാതിരിക്കണം. പിന്നെന്താ പറയണേ? സന്തുഷ്ട സതതം, സന്തുഷ്ടനായിരിക്കണം എപ്പോഴും, സതതം, എപ്പോഴും, എല്ലാ അവസ്ഥകളിലും എല്ലാ സമയത്തും സന്തുഷ്ടി ഉണ്ടാവണം. ഏത് തരം അനുഭവമാണ് നമ്മൾ അനുഭവിക്കുന്നെങ്കിലും സന്തുഷ്ടി ഉണ്ടാവണം. എളുപ്പമാണോ? അപ്പൊ ഭഗവാന്റെ സ്നേഹം നമുക്ക് ലഭിക്കാൻ എളുപ്പമാണോ? അല്ല. എങ്ങനെ എളുപ്പമാവും? സന്തുഷ്ട സതതം, സർവസമയവും എപ്പോഴും സന്തുഷ്ടിയായിരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അപ്പൊ സന്തുഷ്ട സതതം യോഗി, അങ്ങനെയുള്ള ആളാണ് യോഗിയായി തീരുന്നത്. അതുപോലെ യഥാത്മാ ദൃഢനിശ്ചയ, ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ഒരു തീരുമാനം, നല്ല കാര്യങ്ങളാണേ, ധർമ്മനിഷ്ഠയുള്ള കാര്യങ്ങൾ, ധർമ്മത്തെ പോഷിപ്പിക്കുവാൻ, സത്യത്തെ പോഷിപ്പിക്കുവാൻ, എല്ലാ പഞ്ചമാനവ മൂല്യങ്ങളെയും പോഷിപ്പിക്കുവാനായിട്ട് ഒരു ദൃഢനിശ്ചയം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കണം. അപ്പൊ ഭഗവാനെ പ്രാപിക്കണം എന്ന് എനിക്കൊരാഗ്രഹം തോന്നിയ ധ്രുവനെ പോലെ അല്ലെങ്കിൽ പ്രഹ്ലാദനെ പോലെ അതിൽ ഉറച്ചു നിൽക്കണം. ആ കടുകിട അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. ധ്രുവൻ 5 വയസ്സുള്ള ധ്രുവനാണ്. ഒറ്റക്കാലിലും ഒറ്റ വിരലിലും നിന്ന് അവസാനം ലോകം സമുദ്രങ്ങൾ ഇളകി മറിയുക, പർവ്വതങ്ങൾ കുലുങ്ങി തുടങ്ങുക, പിന്നെ വായു നിശ്ചലമാകുക, അഗ്നി ഇങ്ങനെ ഉയർന്നു പൊങ്ങുക, ലോകത്തിന് ഇരിക്കപ്പുറതി ഇല്ലാതെ ആയിപ്പോയി. അപ്പോഴാണ് ദേവന്മാർ നിന്റെ ഭഗവാനെ ഈ കുട്ടിയെ ഒന്ന് രക്ഷിക്കൂ, അതിനെ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞ് ഭഗവാനോട് അപേക്ഷിക്കുന്നത്. അങ്ങനെയാണ് ഭഗവാൻ ധ്രുവന്റെ മുമ്പിൽ ഒന്ന് കൊടുക്കുന്നത് ദർശനം. അത്രയ്ക്ക് തീവ്രമായിരിക്കണം ലക്ഷ്യബോധം, അതാണ് ദൃഢനിശ്ചയ. എത്ര പറഞ്ഞു നാരദൻ പറഞ്ഞു, എന്റെ കുഞ്ഞെ, നീ ഒരു കൊച്ചു കുഞ്ഞല്ലേ, മുലകൂടി പ്രായമല്ലേ ആയിട്ടുള്ളൂ, എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയണത്, തിരിച്ചു വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞു. ഞാൻ പോയില്ല, എന്റെ അമ്മ പറഞ്ഞു,
ഭഗവാനെ കണ്ടുപിടിക്കണം. ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം കിട്ടും. എനിക്ക് എൻ്റെ അച്ഛൻ്റെ മടിയിലിരിക്കാനുള്ള അവകാശം കിട്ടും. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവില്ല മനെ, വേറെ എന്തെങ്കിലും പറയൂ എന്ന് പറഞ്ഞു. മാമിനിക്ക് എനിക്ക് ഭഗവാനെ കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ഉപായം പറഞ്ഞു തരാൻ പറ്റുമോ, എന്നാ ഒന്ന് പറഞ്ഞു തരൂ, വേറെ എന്നോട് പോവാനൊന്നും പറയണ്ട എന്ന് പറഞ്ഞു. അപ്പൊ നാരദ മഹർഷി ഒരു ടെസ്റ്റ് ചെയ്തതാണ്. അപ്പൊ പറഞ്ഞു, ശരി, ഈ കുട്ടിയെ ദൃഢനിശ്ചയമുള്ള കുട്ടിയാണ്, 5 വയസ്സേ ഉള്ളൂ. ആ ദൃഢനിശ്ചയത്തിൽ നിന്ന് കടുകിട മാറില്ല എന്ന് മനസ്സിലായി. പറഞ്ഞു, എന്നാ മോനൊരു കാര്യം ചെയ്തോളൂ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നൊരു മന്ത്രമുണ്ട്, അത് പറഞ്ഞോളൂ. അത് നിരന്തരം പറയുമ്പോ ഭഗവാൻ നിനക്ക് കളിയില്ലാതെ നിന്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞു. അപ്പൊ തൊട്ട് ഓം നമോ ഭഗവതേ വാസുദേവായ, ശ്വാസം പോലെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം, ദ്വാദശാക്ഷരി മന്ത്രം എന്ന് പറയും. 12 അക്ഷരങ്ങളാണുള്ളത്, ദ്വാദശാക്ഷരി മന്ത്രം. അപ്പൊ അങ്ങനെ ആ മന്ത്രം ജപിച്ചിട്ടാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത്. മയ്യർപ്പിത മനോബുദ്ധി, എന്നിൽ എല്ലാം മയ്യർപ്പിത, എന്നിൽ അർപ്പിക്കപ്പെട്ട ബുദ്ധി ഉണ്ടായിരിക്കണം. അതായത് മനസ്സും ബുദ്ധിയും സർവസ്വവും ഭഗവാനിൽ അർപ്പിച്ച മയ്യർപ്പിത മനോബുദ്ധി മത്ഭക്ത സമേ പ്രിയ, അങ്ങനെയുള്ള ആളാണ് എനിക്ക് ഏറ്റവും ഭക്തനായിട്ടുള്ളത്, എൻ്റെ വേണ്ടപ്പെട്ടവൻ. സർവഭൂതാനാം അദ്വേഷ്ട, ലോകത്തിൽ ഒരു ജീവിയെയും വെറുക്കാത്തവനും. മൈത്ര, കണ്ടുമുട്ടുന്ന എല്ലാവരോടും സ്നേഹഭാവത്തിൽ വർത്തിക്കുക. മൈത്രി, സൗഹൃദമുണ്ടായിരിക്കുക. കരുണ, ക്ലേശിക്കുന്ന ആരിലും കാരുണ്യം തന്നെ പൊതിയുന്നവനും. നിർമ്മമ, ഈ ലോകത്തോട് ദേഹം ഉൾപ്പെടെ അവനവന്റെ ശരീരത്തിനോട് പോലും എന്റേതെന്ന ഭാവം ഇല്ലാത്ത ആൾ. നിരഹങ്കാര, ഞാനെന്ന ഭാവം ഒട്ടുമേ ഇല്ലാത്ത ആൾ. സമദുഃഖ സുഖക്ഷമി, സമമാണ്, ദുഃഖത്തിലും സുഖത്തിലുമൊക്കെ സമനില പാലിക്കുന്നയാൾ. സതതം സന്തുഷ്ട, എപ്പോഴും ചുറ്റുപാടിൽ എന്തൊക്കെ സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല, ഞാൻ സന്തുഷ്ടനായിട്ടിരിക്കും. സദാ സന്തോഷത്തോടു കൂടിയിരിക്കുന്ന യഥാത്മാ യോഗി, അതായത് ഏകാത്മഭാവത്തോടു കൂടി. യോഗി എന്ന് പറഞ്ഞാൽ ഭഗവാനായിട്ട് പ്രാപിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളാണ് യോഗി. യോഗം എന്ന് വെച്ചാൽ കൂടിച്ചേരൽ, ഭഗവാനുമായിട്ട് കൂടിച്ചേരുവാനായിട്ട് ശ്രമിക്കുന്ന ആത്മാവ്. ലക്ഷ്യത്തിൽ നിന്ന് അണുപോലും ചലിക്കാത്ത ദൃഢനിശ്ചയമുള്ളയാൾ. താൻ ഏത് ലക്ഷ്യം നേടാനാണോ പോകുന്നത് ആ ലക്ഷ്യത്തിൽ നിന്നും യാതൊരു തരത്തിലും ദൃഢനിശ്ചയത്തിന് ഇളക്കമില്ലാത്ത ആൾ. അതുപോലെ മയ്യർപ്പിത മനോബുദ്ധി, മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചവനും. എന്തിനും എന്നെ തന്നെ ആശ്രയിക്കണം. മദ്ഭക്ത, എന്തിനും എന്നെ തന്നെ ആശ്രയിക്കും. ഭഗവാൻ പറയും, ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും എന്നെ വിളിച്ചു പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം, വേറെ ആരോടും പറയണ്ട, എന്നോട് മാത്രം പറഞ്ഞോളൂ എന്ന് പറയും. കാരണം നിങ്ങളെ തെറ്റിദ്ധരിക്കാതെ ലോകത്ത് ഒരേ ഒരാളുണ്ടെങ്കിൽ ഞാൻ മാത്രമാണ്. ബാക്കി എല്ലാവരും നിങ്ങളെ തെറ്റിദ്ധരിച്ചാലും ഞാൻ നിങ്ങളെ ഒരിക്കലും തെറ്റിദ്ധരിക്കുകയില്ല എന്നാണ് സത്യസായിബാബ പറയുന്നത്, അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അതുകൊണ്ട് മനസ്സും ബുദ്ധിയും എന്നെ അർപ്പിച്ചവനും എന്നെ തന്നെ ആശ്രയിക്കാനുമായിട്ട് ആരൊക്കെയുണ്ടോ അവരെല്ലാവരും എൻ്റെ ഭക്തരാണ്, എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ലോകത്തൊരു ജീവിയെയും വെറുക്കാത്തവനും, കണ്ടുമുട്ടുന്ന എല്ലാ ജീവികളോടും സ്നേഹഭാവത്തിൽ വർത്തിക്കുന്നവനും, ക്ലേശിക്കുന്ന ആരിലും കാരുണ്യം തന്നെ ചൊരിയുന്നവനും, ഈ ലോകത്ത് തൻ്റെ ദേഹം ഉൾപ്പെടെ ഒന്നിലും തൻ്റേതെന്ന ഭാവം പുലർത്താത്തവനും, ഞാനെന്ന ഭാവം വെടിഞ്ഞവനും, സുഖത്തിലും ദുഃഖത്തിലും സമനില പുലർത്തുന്നവനും, എന്തും സഹിക്കാൻ കഴിയുന്നവനും, ചുറ്റുപാടുകൾ എന്തു തന്നെ ആയാലും സദാ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നവനും, മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി എപ്പോഴും ആത്മാനുഭവത്തിൽ വർത്തിക്കുന്നവനും, ലക്ഷ്യത്തിൽ നിന്നും അണുപോലും ചലിക്കാത്തവനും, മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചവനും, എന്നിനും എന്നെ തന്നെ ആശ്രയിക്കുന്നവനും എൻ്റെ ഭക്തനാണ്, എനിക്ക് പ്രിയപ്പെട്ടവനാണ്. പ്രിയഭക്തന്റെ ലക്ഷണങ്ങളാണ് ഇവിടെ ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. സിതപ്രജ്ഞൻ, പ്രിയഭക്തൻ, ഗുണാതീതൻ, ജീവൻ മുക്തൻ, യോഗനിഷ്ഠൻ, വർണ്ണാശ്രമി, യോഗാരൂഢൻ എന്ന് പല പേരുകൾ പല സ്ഥലത്തായിട്ട് സ്വാമി പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീതയില് പല പല അധ്യായങ്ങൾ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞു വന്ന അധ്യായങ്ങളിലൊക്കെ ഈ വാക്കുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. സിതപ്രജ്ഞൻ, യോഗാരൂഢൻ, യോഗനിഷ്ഠൻ, ഇങ്ങനെയുള്ള ഗുണാതീതൻ, ജീവൻ മുക്തൻ. അപ്പോഴ് സർവത്ര ഒരു സത്യത്തിനെ സദാ കണ്ട് അനുഭവിക്കുന്ന ആളാണ് പ്രിയഭക്തൻ. അദ്ദേഹത്തിന് ഈ ലോകത്തോടും ജീവിതത്തോടും വെറുപ്പില്ല. എല്ലാരിലും എല്ലാറ്റിലും ഈശ്വര സാന്നിധ്യം ദർശിക്കുന്ന ആൾ ആരെ എന്തിനു വെറുക്കണം? വെറുപ്പില്ലെന്ന് വെച്ച് വെറും ഉദാസീനനാണോ ഭക്തൻ? അല്ല. വെറുപ്പില്ലെന്ന് വെച്ച് മിണ്ടാതെ ഇങ്ങനെ ഉദാസീനനായിട്ടിരിക്കുകയല്ല.
കണ്ടുമുട്ടിയാൽ എല്ലാവരോടും സ്നേഹം കാണിക്കും. അങ്ങോട്ട് ചെന്ന് കണ്ടുമുട്ടാൻ പോവില്ല, പക്ഷെ ഇങ്ങോട്ട് വന്ന് കണ്ടുമുട്ടുന്ന എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടി ഇരിക്കും. മഹാഭക്തന്മാരുടെ ഈശ്വരീയ സ്നേഹം വന്യമൃഗങ്ങളെ പോലും വശത്താക്കാൻ കഴിയും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എത്രയോ ആശ്രമങ്ങളില് കടുവയും പുലിയും പശുവും ആടും പിന്നെ ബാക്കി മൃഗങ്ങളും പക്ഷികളും എല്ലാം സന്തോഷമായിട്ട് സഞ്ചരിക്കുന്നതായിട്ട് സിദ്ധാശ്രമത്തിൽ, വിശ്വാമിത്രന്റെ ആശ്രമത്തിൽ, വസിഷ്ഠന്റെ ആശ്രമത്തിൽ, ഭരദ്വാജാശ്രമത്തിൽ, അഗസ്ത്യാശ്രമത്തിലൊക്കെ കഴിയുന്നതായിട്ട് നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടല്ലേ. അതിന് കാരണം എന്താണ്? അവർക്ക് ആരോടും ദ്വേഷമില്ല, എല്ലാവരോടും മൈത്രിയുണ്ട്, കരുണയുണ്ട്. അതാണ്, അങ്ങനെയാണ്. അപ്പം എന്ന് വെച്ചിട്ടോ എന്റേത് എന്നുള്ള മമതാബുദ്ധി ഒട്ടുമില്ല. സത്യദൃഷ്ടിക്ക് എന്റേതെന്നുള്ള മമതാബുദ്ധി ഇല്ല. ഈശ്വരബുദ്ധി ആണെങ്കിൽ പിന്നെ എന്റേതെന്ന ബുദ്ധിക്ക് എങ്ങനെയാണ് പ്രസക്തി ഉണ്ടാകുക? സർവം ഈശ്വരമായും എല്ലാം ഈശ്വരൻ്റേത് എന്ന് വിചാരിക്കുമ്പോൾ എന്റേതെന്ന് എങ്ങനെ വിചാരിക്കാൻ കഴിയും? ഞാനിവനെ സഹായിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഭഗവാന്റെ ഒരു ഉപകരണമായി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. മഹാഭക്തന് ആ ഭാവം ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ സഹായിച്ചു എന്നുള്ളൊരു ഭാവം ഒരിക്കലും ഉണ്ടാകത്തില്ല. അഹങ്കാരത്തെ പാടേ മാറ്റി നിർത്തിയിട്ട് സർവത്ര സമബുദ്ധി കൈവരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ദുഃഖിക്കുന്നു, ഞാൻ സുഖിക്കുന്നു എന്ന ചിന്ത പോലും ഇല്ല അദ്ദേഹത്തിന്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള സമനില നഷ്ടപ്പെടാത്ത ആളാണ് യഥാർത്ഥ ഭക്തൻ. ദുഃഖത്തിലും ലേശവും ഇളക്കമുണ്ടാകുന്നില്ല. മരണം ഉൾപ്പെടെ ഏത് ദുഃഖവും സമനിലയിൽ നേടുവാൻ കഴിവുള്ള ആളാണ്. സദാ അദ്ദേഹത്തിന് സന്തോഷമേ ഉള്ളൂ. ഇതെങ്ങനെ സാധിക്കുന്നു? സദാ മനസ്സിനെ അന്തർമുഖമാക്കി ആനന്ദരൂപനായ ആത്മാവിനെ അനുഭവിക്കുന്നത് കൊണ്ട് സാധിക്കുന്നു. ഈ ലക്ഷ്യത്തിൽ നിന്നും പ്രിയഭക്തൻ ഒരിക്കലും വ്യതിചലിച്ചു പോകുന്നില്ല. സമാധി വേളയിൽ ചിലപ്പോൾ ഇത് സാധിച്ചേക്കാം. ആത്മനിഷ്ഠമാക്കി ഉറപ്പിച്ച ആൾ പലതായി കാണുന്ന നാമരൂപങ്ങളിലെല്ലാം ആത്മനിഷ്ഠനായിട്ട് ഒരേ ആത്മനെ തന്നെ ദർശിക്കുന്നു. അങ്ങനെ ഒരു മഹാഭക്തൻ വ്യവഹാരവേളയിലെ ശാരീരിക ആവശ്യങ്ങൾക്ക് പോലും മനസ്സുകൊണ്ടും ഭഗവാനെ മാത്രമേ ആശ്രയിക്കുള്ളൂ, വേറെ ആരെയും ആശ്രയിക്കില്ല. എന്ത് വേണമെങ്കിലും ഭഗവാനോടെ ചോദിക്കുള്ളൂ. അങ്ങനെ എല്ലാം ഈശ്വര നിശ്ചയം. ഒരു മിനിറ്റ്. എല്ലാം ഈശ്വര നിശ്ചയമാണെന്ന് കരുതിക്കൊണ്ട് ഇരിക്കുന്ന ആളാണ് മഹാഭക്തനും എനിക്ക് വേണ്ടപ്പെട്ടവനും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും. അപ്പൊ ഈ പ്രിയഭക്തന് ലോകത്തിനൊന്നും വേണ്ട, ലോകത്തിന് പ്രിയഭക്തനൊന്നും ഒന്നും വേണ്ട, ഒരു വൈഷ്യം എന്നും വേണ്ടെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അതിനാണ് ഭഗവാൻ പറയണത് ഒരു യഥാർത്ഥ ഭക്തൻ യസ്മാന്നോ ദ്വിജതേ ലോകേ ലോകാന്നോ ദ്വിജതേ ജയഃ ഹർഷാമർഷഭയോദ്വേഗൈ മുക്തോ സമേ പ്രിയഃ. അതായത് യസ്മാത് ഒരാളെ കൊണ്ടിട്ട് ലോകത്തിന് ഒരു ശല്യവുമില്ല, ഒരു തരത്തിലുള്ള വിഷമവും ഒരാളെ കൊണ്ട് ഉണ്ടാവുന്നില്ല, ഒരു ജീവജാലങ്ങൾക്കും ഒരാളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല, ഒരാൾക്കും വ്യാകുലത ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ ജീവജാലങ്ങളിൽ നിന്ന് അയാൾക്കുമില്ല ഒരു ബുദ്ധിമുട്ടും. തസ്മാനോ ദ്വിജതേ ലോകെ, ലോകത്തിന് ഒരു ബുദ്ധിമുട്ടും നൽകുന്നില്ല. അതുപോലെ ലോകോന്നോ ദ്വിജതേതയ, ലോകത്തിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടും സ്വീകരിക്കുന്നില്ല. ലോകത്തിലുള്ള ഒരു വസ്തുക്കളും അദ്ദേഹത്തെ ഒരിക്കലും ഒരു ദ്രോഹവും ചെയ്യില്ല, ഒരു ഉപദ്രവവും ചെയ്യില്ല, ഒരു സങ്കടവും വരുത്തില്ല. അങ്ങനെ വ്യാകുലനാവാതെ ഒരുത്തൻ ഹർഷാമർഷ ഭയ ഉദ്യോഗം, അതായത് സങ്കടം, സന്തോഷം, ഉദ്വേഗം, ഭയം, ഇതിന്നെല്ലാം മുക്തനാണ്. ഈ വികാരങ്ങൾ സന്തോഷം, വെറുപ്പ്, ഭയം, വ്യാകുലത എന്നുള്ള യാതൊരു തര വികാരങ്ങളും ഇദ്ദേഹത്തിന് ഒരാളെ ഉണ്ടാവുന്നില്ല. അതുപോലെ അങ്ങനെയുള്ള ഭക്തൻ, അതായത് ലോകത്തിന് ഒരു ശല്യവും ഇല്ലാക്കാത്ത ആളും ലോകത്തിൽ നിന്ന് ഒരു ശല്യവും ഉണ്ടാകാത്ത എല്ലാവരോടും പിന്നെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന ആളും സദാ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന ആളും സന്തോഷമോ വെറുപ്പോ ഭയമോ വ്യാകുലത ഉത്കണ്ഠ ഇങ്ങനെയുള്ള യാതൊരു സ്വഭാവമില്ലാതെ സർവത്ര സദാസമയവും സമനില പാലിക്കുന്ന ആളുമാണ് എൻ്റെ ഭക്തൻ എന്നാണ് ഭഗവാൻ പറയുന്നത്. സജമേ പ്രിയ, അവനാണ് എൻ്റെ ഭക്തൻ. പ്രിയഭക്തനെ ലോകത്തിന് ഭയപ്പെടേണ്ടി വരുന്നില്ല. ഒരു ഭക്തനിൽ നിന്ന് ഒരു ലോകത്തിന് ഒരു ഭയവുമില്ല. യഥാർത്ഥ ഭക്തൻ ഒരു ലോകത്തിന് ഒരു ഉപദ്രവവും ചെയ്യില്ല. പ്രിയഭക്തൻ ലോകത്തെയും ഭയപ്പെടുന്നില്ല, അയാൾക്ക് ഒരു ഭയവുമില്ല. ലോകം എന്നെ ഉപദ്രവിക്കുന്നുള്ള ഭയമേ അദ്ദേഹത്തിനില്ല. മനസ്സിലായില്ലേ?
അതുകൊണ്ട് എന്തുകൊണ്ടാണ് സത്യദർശി സന്തോഷം, വെറുപ്പ്, ഭയം, വ്യാകുലത എന്നുള്ള എല്ലാ വികാരങ്ങളിൽ നിന്നും അത് പിന്നെ അനുകൂലമോ പ്രതികൂലമായ എല്ലാ വികാരങ്ങളിൽ നിന്നും മുക്തനാണ്. സന്തോഷവും ഇല്ല, സന്താപവും ഇല്ല, പിന്നെ ദുഃഖവുമില്ല, സുഖവുമില്ല, തണുപ്പുമില്ല, ചൂടുമില്ല, എല്ലാം സമമാണ്. അങ്ങനെയുള്ള ആൾക്ക് പിന്നെ എന്തിനാണ് ബുദ്ധിമുട്ടുണ്ടാവുക? അപ്പൊ ഇവിടെ സന്തോഷത്തിന് ലൗകികമായ ഇഷ്ടം സാധിക്കുന്നതിനുണ്ടാകുന്ന നൈമിഷികമായ സുഖം എന്നാണ് അർത്ഥം. അതായത് ലോകത്തുനിന്ന് ചെറിയ ചെറിയ സുഖങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കാറില്ലേ? പക്ഷെ യോഗനിഷ്ഠന് അങ്ങനത്തെ, നല്ല ഭക്തന് അങ്ങനത്തെ സന്തോഷമൊന്നും ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ശരീരത്തെ ആരെങ്ങനെ കൈകാര്യം ചെയ്താലും അദ്ദേഹത്തിന് ഒരു വ്യാകുലതയുമില്ല. ഭക്തന്റെ ഈ അവ്യാകുലത നിമിത്തം ഭക്തനിൽ നിന്ന് ലോകത്തിന് ഒരിക്കലും ഒരു വ്യാകുലതയും ഉണ്ടാവുകയില്ല. ഭക്തന് വ്യാകുലതയില്ല, അതുകൊണ്ട് അയാളും ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഒരിക്കലും പോവില്ല. അങ്ങനെയാണ് ഭഗവാൻ പറയണ, അങ്ങനെയുള്ള ആളാണ് എന്റെ ഭക്തൻ. അനപേക്ഷാ ശുചിർദക്ഷ ഉദാസീനോ ഗതവ്യതഃ സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്തഃ സമേ പ്രിയഃ. അനപേക്ഷ ശുചിർദക്ഷ, ആരോടും ഒന്നും ചോദിക്കില്ല. ആരിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും അത് തരാമോ, അത് ചെയ്തു തരാമോ ഒന്നും ആരോടും ചോദിക്കാത്ത ഒരാൾ. ശുചി, ഉള്ളിൽ നിഷ്കളങ്കൻ, ഒരു തരത്തിലുള്ള കളങ്കവുമില്ലാതെ നിഷ്കളങ്കന, ഉള്ളിൽ ശുചിയുള്ളവൻ, അതാണ്. ദക്ഷ, സത്യനിഷ്ഠമായിട്ട് എന്തും തീരുമാനിക്കാൻ കഴിവുള്ള ആളാണ് ദക്ഷ എന്ന് പറയുന്നത്. ഉദാസീനത, ഉദാസീന വെച്ചാൽ മടിയല്ല കേട്ടോ. നമ്മൾ അയ്യോ എന്തൊരു ഉദാസീനമായിട്ട് അവിടെ കിടക്കണു, ആലസ്യമല്ല ഉദാസീനത. ഉദാസീനത എന്ന് വെച്ചാൽ പ്രത്യേകമായിട്ട് ആരോടും ഒരു താല്പര്യമില്ലാത്ത, പാർഷ്യാലിറ്റി ഒന്നും ഇല്ലാത്ത ആൾ, അതാണ് ഉദാസീനത. ഇപ്പൊ നമ്മൾ ആരെ കണ്ടാലും എല്ലാവരോടും ഒരേപോലെ സമനിലയിൽ പെരുമാറും, ഒരാളോടും പ്രത്യേകമായിട്ടൊരു പെരുമാറ്റമില്ല, എല്ലാവരും സമരാണ്, അതാണ് ഉദാസീനത എന്ന് പറയുന്നത്. ഗതവ്യഥ, മനക്ലേശം സ്പർശിക്കാത്തവൻ. വ്യഥം, വ്യഥ, വ്യഥ എന്ന് വെച്ചാൽ സങ്കടം, ഇല്ലാതെ ആയാൾ. ഗതം, പോയത്, ഗതം അതായത് വ്യഥയില്ലാത്തയാൾ. സർവാരംഭ പരിത്യാഗി എന്ന് വെച്ചാൽ എന്താണ് എന്ന് വെച്ചാൽ ആര് ചോദിച്ചു, അയ്യോ അപ്പൊ ഒരു കർമ്മങ്ങളും ആരംഭിക്കുന്നതിന് മുമ്പേ പരിത്യജിക്കുമോ എന്ന് എൻ്റെ അടുത്ത് ആരോ ചോദിച്ചപ്പോ ഞാൻ, അയ്യോ അങ്ങനെയല്ല എൻ്റെ അർത്ഥം. സർവാരംഭ പരിത്യാഗി, ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെയല്ല, എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പം അത് ഞാനല്ല ചെയ്യുന്നത്, ഭഗവാനാണ് ചെയ്യുന്നത് എന്നുള്ള ഭാവത്തിൽ ചെയ്യുക. സർവാരംഭ ഞാനൊന്നും ചെയ്യുന്നില്ല, എല്ലാം ഭഗവാൻ ചെയ്യുന്നു, അതാണ്. എല്ലാ കർമ്മങ്ങളിലും കർത്തൃഭാവം, ഒരു കർത്താവ് ഞാനേ അല്ല, ഭഗവാനാണ്, ഞാൻ ഉപകരണം, അതാണ്. മത് ഭക്ത, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കർത്തവ്യത്തെ ഉപേക്ഷിച്ച് എൻ്റെ ഉപകരണമായി പ്രവർത്തിക്കുന്നത് ആരോ അവരാണ് എൻ്റെ ഭക്തൻ, എനിക്ക് പ്രിയപ്പെട്ടവൻ. സമയേ പ്രിയ, ആരോടും ഒന്നും ചോദിക്കാത്തവനും ഉള്ളിൽ കളങ്കമില്ലാത്തവനും എന്നും സത്യനിഷ്ഠമായി തീരുമാനിക്കാൻ കഴിവുള്ളവനും ആരിലും പ്രത്യേകമായ താല്പര്യമില്ലാത്തവനും മനക്ലേശമില്ലാത്തവനും എല്ലാ കർമ്മങ്ങളിലും കർത്തൃഭാവം വെടിഞ്ഞവനും സർവത്ര എന്നെ മാത്രം ഭജിക്കുന്നവനുമായ ആരുണ്ടോ അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. സർവാരംഭ പരിത്യാഗി, അതാണ് എല്ലാവരെയും കുഴയ്ക്കുന്ന ഒരു സർവധർമാൻ പരിത്യജ്യ പോലെ, അതും എല്ലാവരും വിചാരിക്കും അപ്പൊ സർവധർമ്മങ്ങളും പരിത്യജിക്കണോ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഈ സർവാരംഭ പരിത്യാഗി. അനന്തമായ ആത്മസുഖം കണ്ടെത്തിയ ഭക്തന് പിന്നെ ഒന്നും അറിയാനില്ല, ഒന്നും നേടാനുമില്ല. അതുകൊണ്ട് അദ്ദേഹം ആരോടും ഒന്നും ചോദിക്കാറില്ല, ഒന്നിനോടും ഒരു താല്പര്യമില്ലല്ലോ, അതുകൊണ്ടൊന്നും വേണ്ട. അതാണ് അനപേക്ഷത്വം. അനപേക്ഷത്വം ആന്തരമായ ആത്മാനുഭവത്തിന്റെ ലക്ഷണമാണ്. ആത്മാവ് നിത്യനിർമ്മലമായതുകൊണ്ട് ആത്മനിഷ്ഠന് ഉള്ളിൽ ഒരു കളങ്കവും ഉണ്ടായിരിക്കില്ല. ഈ ആന്തരശൗര്യം, അതായത് ഹൃദയത്തിന്റെ ശുചിത്വം, ആത്മനിഷ്ഠ കൊണ്ടും ശുചിയായ യോഗിയുടെ ബുദ്ധി സദാ പ്രകാശം നിറഞ്ഞതായതുകൊണ്ടും ഏത് കാര്യത്തിനും തിരിഞ്ഞു പോയത് ഏത് കാര്യത്തിനും ഒരു വേഗത്തിലൊരു ഒരു നീക്കുപോക്ക് കണ്ടുവിട്ടാൻ, ഒരു പ്രതിവിധി കണ്ടുവിട്ടാൻ അദ്ദേഹത്തിന് ഒരു പ്രയാസമില്ല. കാരണം ഒന്നിനോടും പ്രത്യേകമായ മമതയില്ല, ഒന്നിനോടും പാർഷ്യാലിറ്റി ഇല്ല, ആരോടും പാർഷ്യാലിറ്റി ഇല്ല. അപ്പൊ ഏത് ഡിസിഷൻ എടുക്കാൻ പെട്ടെന്ന് പറ്റും. നമുക്ക് ഈ പാർഷ്യാലിറ്റി ഒക്കെ ഉള്ളപ്പോഴാണ് എന്ത് ചെയ്യുന്നുള്ള ചിന്ത വരുന്നത്. അതില്ലാത്തവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. ന്യായമായ തീരുമാനം എടുക്കുവാനുള്ള ബുദ്ധിയുടെ കഴിവാണ് ദക്ഷത.
ന്യായമായ തീരുമാനമേ എടുക്കുള്ളൂ. ആരോടും പാർഷ്യാലിറ്റി ഇല്ലാത്തതുകൊണ്ട് രണ്ടു വശം കേട്ടിട്ട് ഏതാണോ ന്യായം അത് ചെയ്യും. ആരോടും പ്രത്യേകത കാണിക്കില്ല. അതാണ് ദക്ഷത. പക്ഷപാത ഭേദമില്ലാത്ത ഫലമാണ് ദക്ഷത. ഈ ലോകത്ത് ആരിൽ നിന്നും തനിക്കൊന്നും നേടാനില്ല, അതുകൊണ്ട് ആരോടും പ്രത്യേക താല്പര്യവുമില്ല. ഇതാണ് ഉദാസീനത. നമുക്ക് എന്തുകൊണ്ടാണ് ഉദാസീനത? അതായത് എന്തുകൊണ്ടാണ് നമുക്ക് ഒരാളിൽ നിന്നൊരു കാര്യം നേടണം എന്നുള്ളപ്പം അവരോട് നമ്മൾ കൂടുതൽ ഇഷ്ടം കാണിക്കും, അവരോട് കൂടുതൽ വിനയം കാണിക്കും, അവരെ കൂടുതൽ പ്രീതിപ്പെടുത്താൻ നോക്കും. അവരിൽ നിന്നൊന്നും കിട്ടണമെന്നില്ലെങ്കിലോ അവരെ നമ്മൾ തഴയും, അല്ലേ? നമ്മളിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മുടെ അടുത്ത് എന്ത് നന്നായിട്ട് പെരുമാറും. കിട്ടണമെന്നില്ലെങ്കിൽ നമ്മളെ തിരിഞ്ഞു പോലും നോക്കൂല. അതാണ് അതില്ലാത്ത ദക്ഷത. ഉദാസീനത. മമത നിമിത്തം തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ് എല്ലാവർക്കും മനക്ലേശം അനുഭവിക്കേണ്ടി വരുന്നത്. ഉദാസീനനായ ഒരു ഭക്തന് മമതയും തെറ്റായ തീരുമാനവും ഇല്ലാത്ത കൊണ്ട് മനക്ലേശമില്ല. എൻ്റെ എന്നുള്ള ഭാവമില്ല, എനിക്ക് വേണം എന്നുള്ള ഭാവമില്ല. അപ്പൊ പിന്നെ എന്തിനാണ് സങ്കടം വരുന്നത്? അത് കിട്ടാത്തപ്പോഴല്ലേ സങ്കടം വരിക. അതില്ല, ആവശ്യമില്ല. അതുകൊണ്ട് സങ്കടം അനുഭവിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഭക്തൻ ദേഹം കൊണ്ട് സദാ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ താൻ ദേഹമാണെന്നല്ല അദ്ദേഹം വിചാരിക്കുന്നത്, താൻ ഭഗവാനാണ്, ഈശ്വരന്റെ അംശമാണെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കർത്താവല്ല, എല്ലാം ഭഗവാനാണ് ചെയ്യുന്നത്. കർത്തൃത്വ ഭാവം സ്വീകരിക്കുന്നില്ല. ഇതാണ് സർവാരംഭ പരിത്യാഗം. ഇങ്ങനെ കർത്തൃഭാവമില്ലാതെ സർവം സമർപ്പണമായിട്ട് ചെയ്യുന്നതിനാണ് സർവാരംഭ പരിത്യാഗം എന്ന് പറയുന്നത്. ഭക്തൻ എവിടെയും എല്ലാറ്റിലും ഭഗവാനെ മാത്രം കാണുന്നു. അങ്ങനെയുള്ള ഭക്തൻ എങ്ങനെയാണ് ഭഗവാന് പ്രിയപ്പെട്ടവനാകാതിരിക്കുക? യോ മത് ഭക്ത സമേ പ്രിയ, അവനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവൻ എന്നാണ്, എൻ്റെ ഭക്തൻ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതോടുകൂടി നമുക്ക് അടുത്ത എടുത്താല് തീരില്ല, അതുകൊണ്ട് നിർത്താം. യാതൊന്നു കാൺമതതു നാരായണ പ്രമിതനാതൊന്നു കേൾപ്പതതു നാരായണ സ്തുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. ഓം ശാന്തി ശാന്തി ശാന്തി. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. തരാം.